ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് സൗമ്യ. ഗോവിന്ദച്ചാമിയുടെ ക്രൂരതയിൽ ഇന്നും മകളെ ഓർത്ത് കണ്ണീര് കുടിക്കുന്ന ഒരു അമ്മയുണ്ട് പാലക്കാട് ഷൊർണൂരിൽ. സുമതി എന്ന വീട്ടമ്മയുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്ന ആ പെൺകുട്ടി ട്രെയിനിൽ പീഡനത്തിനിടെ കൊല്ലപ്പെട്ടിട്ട് 14 വർഷം പിന്നിടുന്നു. കഴിഞ്ഞ രാത്രിയിൽ തിരുവനന്തപുരം വർക്കലയിൽ ഒരു 19-കാരി ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ഭയന്നു. ശ്രീകുട്ടി എന്ന പെൺകുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചത്? പ്രതിയെ പിടികൂടിയപ്പോഴാണ് ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമായത്. അവൾ ട്രെയിനിൻ്റെ വാതിലിൽ വഴിമുടക്കി നിന്നതിൻ്റെ പ്രകോപനത്തിൽ ചവിട്ടി താഴെയിട്ടെന്നാണ് പ്രതി സുരേഷ് കുമാറിൻ്റെ മൊഴി. രാത്രിയിൽ ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് വീണ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമാണ്. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സ്ത്രീകൾക്ക് നേരെ അക്രമങ്ങൾ പതിവായിട്ടും എന്തുകൊണ്ടാണ് സുരക്ഷയ്ക്കായി ട്രെയിനുകളിൽ പോലീസുകാരെ നിയോഗിക്കാത്തത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പാതി കണ്ണടച്ച് തണുത്ത ഐസ് പോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന മകളെ കണ്ട് ആ അമ്മയുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. ട്രെയിനിൽ നിന്നും തെറിച്ചു വീണപ്പോഴുണ്ടായ മുറിവുകളുടെ പാട്, ശരീരമാകെ ചോരമയം. വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടിയുടെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ട്രെയിനിൽ ആ സമയം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയ്ക്ക് ഇപ്പോഴും പേട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കമ്പിയിൽ തൂങ്ങിക്കിടന്നത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും ഇതിൻ്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് സുരേഷ് കുമാറിൻ്റെ മൊഴി. പെൺകുട്ടിയെ മദ്യലഹരിയിൽ പ്രതി തള്ളിയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആറിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. തിരുവനന്തപുരം പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ട്രെയിനിന്റെ വാതിലിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് ചവിട്ടിയത് എന്നുമാണ് സുരേഷ് കുമാറിന്റെ മൊഴി. സംഭവ സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പെൺകുട്ടിയുടെ പിന്നിൽ നിന്നാണ് ചവിട്ടിയത്. സുരേഷ് കുമാറിന്റെ പേരിൽ മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതായി പോലീസ് പറഞ്ഞു. വർക്കലയിൽ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. റെയിൽവേ സിഐ സജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടി എന്ന സോനുവിനെ ചവിട്ടി തള്ളിയിട്ടത്. ഞായറാഴ്ച രാത്രി 8:45 വർക്കല അയന്തിക്ക് സമീപത്തായിരുന്നു സംഭവം. ആലുവയിൽ പഠനാവശ്യത്തിനു പോയി സുഹൃത്ത് അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി. ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് മദ്യപനായ ആൾ ആക്രമിച്ചതെന്ന് അർച്ചന നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു. വാതിലിന്റെ വശത്തേക്കെത്തിയപ്പോൾ അയാൾ ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി തള്ളിയിട്ടു. തെറിച്ചു വീഴുന്നത് കണ്ട് നിലവിളിച്ച തന്നെയും അയാൾ ചവിട്ടി. കമ്പിയിൽ തൂങ്ങിക്കിടന്ന തന്നെ നിലവിളി കേട്ടെത്തിയ മറ്റ് യാത്രക്കാരാണ് ഉള്ളിലേക്ക് കയറ്റിയതെന്നും അർച്ചന പറഞ്ഞു. ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല ജനറൽ കമ്പാർട്ട്മെന്റ്. അക്രമം കണ്ട യാത്രക്കാർ ഉടൻ തന്നെ അപായച്ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തിച്ചു. പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന ശ്രീകുട്ടിയെ റെയിൽവേ പോലീസ് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമു തീവണ്ടിയിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. ഇവിടെ നിന്ന് ആംബുലൻസിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവും ഉണ്ടായ ശ്രീകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. തലച്ചോറിന് പരിക്കേറ്റ ശ്രീകുട്ടിക്ക് ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. അബോധാവസ്ഥയിലുള്ള ശ്രീകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആശുപത്രിയിൽ നിന്നു കിട്ടുന്ന വിവരം. ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്, അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോ ഫുൾ ഐസാണ്, മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പം വേണ്ടെന്ന് പറഞ്ഞാല് എന്നെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം.
അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. പഴുതടച്ച ചികിത്സ നൽകണം എന്ന് എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം ന്യൂറോ സർജൻസ് എല്ലാവരും കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഇതിൽ കാണാൻ കഴിഞ്ഞത് പേഷ്യൻ്റെ ബ്രെയിനിനാണ് ഇഞ്ചുറി എന്നുള്ളതാണ് കാണാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് ENT എല്ലാ ഡോക്ടർമാരും കണ്ടതിൽ എഴുതിയിട്ടുണ്ട്. ഉടനെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ സർജിക്കൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സർജിക്കൽ ICUയിൽ വെന്റിലേറ്റർ ചികിത്സയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ആ പേഷ്യന്റിന് ബെഡ് ഒഴിവ് വന്നപ്പോൾ നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ICU, ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ICUയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആ ചികിത്സ അതേപോലെ തന്നെ തുടരുകയാണ്. യാത്രക്കാർ തടഞ്ഞുവെച്ച പ്രതി സുരേഷ് കുമാറിനെ കൊച്ചുവേളിയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് വരുത്തി തീർക്കാനും ഇതിനിടെ സുരേഷ് ശ്രമിച്ചിരുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ അക്രമാസക്തനായ ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. സുരേഷ് കുമാർ കോട്ടയത്ത് നിന്നാണ് തീവണ്ടിയിൽ കയറിയത്. തീവണ്ടിക്കുള്ളിൽ വെച്ചും ഇയാൾ മദ്യപിച്ചതായാണ് വിവരം. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തള്ളിയിട്ടതെന്നാണ് FIR-ൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തീവണ്ടിയുടെ ചൂളം വിളിയേക്കാൾ ഉച്ചത്തിലുള്ള നിലവിളി. കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിൽ നിന്ന് കേട്ടത് പേടി തോന്നുന്ന സംഭവങ്ങളാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിട്ടത്. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് നേരെയും ആക്രമണമുണ്ടായെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മദ്യലഹരിയിലായിരുന്നു സഹയാത്രികന്റെ അതിക്രമം. പ്രതി സുരേഷ് കുമാർ സ്ഥിരം മദ്യപാനി എന്നാണ് വിവരം. ഇയാൾ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും സമീപവാസികൾ പറയുന്നു. സുരേഷ് കുമാർ മറ്റേതെങ്കിലും കേസുകളിൽ പ്രതിയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. യാതൊരു കാരണവുമില്ലാതെ ഒരാളെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിക്കുക, അതും ഒരു പെൺകുട്ടിയെ. ഗോവിന്ദചാമി എന്ന നരാധവൻ കാട്ടിയ ക്രൂരതയ്ക്ക് ശേഷം കേരളക്കരയെ ആകെ നടുക്കിയ സംഭവമാണ് വർക്കലയിലുണ്ടായത്. കേരളത്തിലെ ട്രെയിനുകളിൽ സ്ത്രീകൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ഇതോടെ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. മദ്യലഹരിയിലാണ് സുരേഷ് അതിക്രമം കാട്ടിയത്. ഇയാൾ മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാർ കാട്ടിയ അതിക്രമത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. സുരേഷ് കുമാർ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്ന് അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ ഷീല പറഞ്ഞു. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. മദ്യപാനിയാണെങ്കിലും മുൻപ് പെൺകുട്ടികളോട് സുരേഷ് കുമാർ മോശമായി പെരുമാറിയതായി അറിയില്ല എന്ന് സമീപവാസിയും ജനപ്രതിനിധിയുമായ ശ്യാം പ്രതികരിച്ചു. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മകൾ നേരിട്ടതിന് സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായതെന്ന് ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം 15 വർഷമായി ഉന്നയിക്കുകയാണെന്നും സുമതി. ഇത് പറഞ്ഞു അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത്
റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസിൽ നടന്ന സംഭവത്തെ തുടർന്ന് ട്രെയിനുകളിൽ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ട്രെയിനുകളിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത്? പല ദിവസങ്ങളിലും ട്രെയിനുകളിൽ ആക്രമണവും മോഷണവും ഒക്കെ പതിവാണ്. തിരുവനന്തപുരത്ത് 19-കാരിക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നും കേട്ടു ട്രെയിനിലെ മറ്റൊരു അതിക്രമത്തിൻ്റെ വാർത്ത. ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൽ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലാണ് സംഭവം നടന്നത്. ആലപ്പുഴ താമരക്കുളം സ്വദേശിയായ നാസറിന് നേരെയായിരുന്നു ആക്രമണം. വാതിലിന് സമീപം വഴി തടസ്സപ്പെടുത്തുന്നെന്ന് പറഞ്ഞാണ് യുവാവിനെ മർദ്ദിച്ചത്. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് നടക്കുന്ന സംഭവത്തിന് പിന്നാലെയാണ് വീണ്ടും അതിക്രമമുണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസിലെ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു അക്രമം. ട്രെയിനിലെ ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഭിന്നശേഷിക്കാരനായ നാസറിനാണ് മർദ്ദനമേറ്റത്. വാതിലിന് സമീപം വഴി തടസ്സപ്പെടുത്തി നിന്ന യുവാവിനോട് മാറാൻ ആവശ്യപ്പെട്ടതോടെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് നാസറിൻ്റെ മൊഴി. ഞാനിത് തുറന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് മാറി നിൽക്കി, ഇത് ഭിന്നശേഷിക്കാരുടെയാണ്, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത്തരത്തിന് അസഭ്യം പറഞ്ഞുകൊണ്ട് ഞാൻ താഴെ കിടക്കുന്ന രംഗം അവർ ഇടിച്ചെന്നെ താഴെ ഇടുക. നാസറിൻ്റെ മുഖത്താണ് പരിക്കേറ്റത്. ആക്രമണത്തിന് ശേഷം പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. റെയിൽവേ പോലീസിന് നാസറിൻ്റെ മൊഴി നൽകിയിട്ടുണ്ട്. നിരന്തരമുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. ഇങ്ങനെ ഒട്ടേറെ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ. എന്നാൽ അവിടെ നമ്മുടെ മക്കൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന ആശങ്ക പല മാതാപിതാക്കൾക്കും ഉണ്ടാകാം. കഴിഞ്ഞ രാത്രി കോയമ്പത്തൂർ നഗരത്തിൽ സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം ഏറെ ഭയപ്പെടുത്തുന്നതാണ്. ആൺ സുഹൃത്തിനൊപ്പം കാറിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടിയെയാണ് 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. യുവാവിനെ അരുവാൾ കൊണ്ട് വെട്ടിയ ശേഷമാണ് 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തത്. കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയെയാണ് 3-അംഗ സംഘം ബലാത്സംഗം ചെയ്തത്. ഇരുചക്രവാഹനത്തിലെത്തിയ സംഘം കാറിലുണ്ടായിരുന്ന യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പ്രതികൾ കടന്നുകളഞ്ഞു. പരിക്കേറ്റ കാമുകൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിന് പിന്നാലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പെൺകുട്ടിയെ കണ്ടെത്തുകയുമായിരുന്നു. യുവതിയെ നഗ്നയാക്കി ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ആൺസുഹൃത്തിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം സമീപത്തെ മറ്റൊരിടത്ത് വെച്ച് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
കോവിൽപ്പാളയത്തിനു സമീപത്തു നിന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ചാണ് പ്രതികൾ സംഭവസ്ഥലത്തെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ പിടികൂടാൻ 7 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പരിക്കേറ്റ യുവാവിനെ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കോയമ്പത്തൂർ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടമാണ്. എന്നാൽ ഈ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ ഇതിപ്പോൾ ചെകുത്താൻ്റെ നാടായി മാറിയിരിക്കുന്നു. മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനി പങ്കുവച്ച ദുരനുഭവ വീഡിയോ ടൂറിസം മേഖലയ്ക്ക് തന്നെ നാണക്കേടാണ്. യൂബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായും മുംബൈ സ്വദേശിനി ജാൻവിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ 2 ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷനുമുണ്ട്. വിനോദസഞ്ചാരത്തിനെത്തിയ മുംബൈ സ്വദേശിയായ യുവതി മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം വ്യക്തമാക്കി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം ചർച്ചയായത്. മുംബൈ സ്വദേശി ജാൻവി എന്ന യുവതിയാണ് ഒക്ടോബർ 30-ന് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തെത്തിയത്. എന്നാൽ മൂന്നാർ കവാടത്തിൽ വെച്ച് തന്നെ ജാൻവിയുടെ കാർ 5 പേരടങ്ങുന്ന സംഘം തടഞ്ഞ് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സികൾ മൂന്നാറിൽ നിരോധിച്ചിട്ടുള്ള കോടതി ഉത്തരവുണ്ടെന്ന് കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് വിനോദസഞ്ചാരിയെ പുറത്തിറക്കിയത്. ഇതേസമയം സഹായത്തിനായി വിളിച്ച പോലീസ് സ്ഥലത്തെത്തി നോക്കുകുത്തികളായി നിന്നെന്നും ടാക്സി യൂണിയനോടൊപ്പം നിലപാടെടുത്തുവെന്നുമാണ് ജാൻവിയുടെ പരാതി. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us, that you have to go with the union taxi. Everybody kept throwing the same sentence to us. സംഭവത്തിന് ശേഷം ഡ്രൈവർമാരുടെ ഭീഷണിക്ക് വഴങ്ങി ടാക്സിയിൽ യാത്ര തുടർന്നുവെന്നും എന്നാൽ വഴിമധ്യേ വീണ്ടും ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് യാത്ര മതിയാക്കി മടങ്ങുകയായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു. ഭീതിയായതിനാൽ ഇനി മൂന്നാറിലേക്കില്ലെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. I loved Kerala. I loved how beautiful it was. I loved how amazing the people of Kerala were. But I don't think that I'll be able to come back to a place where I'm not allowed to feel safe. ജാൻവി പറയുന്ന സംഭവമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. കൃത്യവിലോപത്തിന്റെ പേരിലാണ് നടപടി. ടാക്സി ഡ്രൈവർമാരായ വിനായകൻ, വിജയകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ തന്നെ പോലീസ് സൂമോട്ടായിട്ട് FIR രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ വിഷ്വൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഒരാളെ കൂടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ അറസ്റ്റ് ചെയ്യും. പിന്നെ പോലീസ് ഉചിതമായ നടപടി ചെയ്യുന്നുണ്ട്. ഈ വിനോദസഞ്ചാരികൾക്കെതിരെ ഉണ്ടാകുന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ കൃത്യമായി ഉള്ള നടപടികൾ പോലീസ് നടപടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 15 പേര് ഇപ്പോൾ ആൾറെഡി ജയിലിൽ കിടക്കുകയാണ്. 307 കേസ് എടുത്തിട്ട് 15 പേര് ജയിലിലുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കാൻ പോയ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായെന്ന് പ്രാഥമികമായ വിവരം കിട്ടിയപ്പോൾ തന്നെ നടപടി അവർക്ക് ജില്ലാ പോലീസ് മേധാവി അവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അത് അന്വേഷണത്തിലാണ് അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് മൂന്നാർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ജാൻവി. യുവതിയുടെ മൊഴിയെടുക്കാൻ മൂന്നാർ പോലീസ് ശ്രമിക്കുകയാണ്. മൂന്നാറിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ സന്ദർശകരുമായി എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പലതവണ പ്രദേശവാസികളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ KSRTC ഡബിൾ ഡക്കർ ബസ് നിരത്തിലിറക്കിയപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാരുടെ സംയുക്ത യൂണിയൻ രംഗത്തെത്തിയിരുന്നു.
18 ഇടുക്കി. നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങളും കൊലപാതക കേസുകളും പരിശോധിച്ചാൽ കാരണം നിസ്സാരമായിരിക്കും. 10-100 രൂപയ്ക്ക് വേണ്ടി തല്ലുകൂടുന്നവരെ കാണാം. എന്നാൽ കാര്യം കൈവിട്ടു പോയാൽ പിന്നെ കൊലപാതകം വരെ നടക്കും. ഒരാളുടെ ജീവൻ എടുത്ത ശേഷം പിന്നീട് സുഖമായി ജീവിക്കാൻ കഴിയുമോ? കൊല്ലം പരവൂരിൽ തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ച കഥയിലേക്കാണ്. പരവൂർ പുത്തൻകുളം സ്വദേശി വിജയനെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ജോലി ചെയ്തതിൻ്റെ പണം സംബന്ധിച്ച വാക്കേറ്റത്തിനിടെയാണ്. സംഭവത്തിൽ പ്രതി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിർമ്മാണ തൊഴിലാളികളായ വിജയനും രതീഷും ഒരേ കരാറുകാരന് കീഴിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പുത്തൻകുളം ജംഗ്ഷനിലെ ചായക്കടയിൽ വിജയൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ രതീഷുമായി ജോലി ചെയ്ത പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. അടിപിടിയിലേറ്റ പരിക്കിനെ തുടർന്ന് വിജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം. കൊലപാതക കുറ്റത്തിന് കേസെടുത്ത പോലീസ് രതീഷിനെ അറസ്റ്റ് ചെയ്തു. കൊലപാതക സമയത്ത് രതീഷ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ആലപ്പുഴ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലും അടുത്ത കാലത്തായി നിരവധി തിരോധാനങ്ങൾ നടന്നിട്ടുണ്ട്. പല പരാതികളിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും യാതൊരു തുമ്പും ലഭിക്കാത്ത കേസുകളുമുണ്ട്. അതിനിടെയാണ് ചേർത്തലയിൽ കാടുപിടിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ദ്രവിച്ച നിലയിലുള്ള ശരീരഭാഗങ്ങൾ ലഭിച്ചത്. മുണ്ടും ഷർട്ടും ധരിച്ച നിലയിൽ പുരുഷൻ്റെതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം. ചേർത്തലയുമായി ബന്ധപ്പെട്ട നിരവധി തിരോധാനങ്ങൾ നിലനിൽക്കുന്നതിനാൽ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ. സ്ത്രീകളുടെ തിരോധാനം അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധേയമായ ചേർത്തലയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുള്ളത്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കാട് പിടിച്ച പ്രദേശത്താണ് ഒരു അസ്ഥികൂടം ഇന്ന് രാവിലെ ഒരു ലോറി ഡ്രൈവർ കണ്ടത്. തുടർന്ന് അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിശദമായ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. സ്ഥലം മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മരത്തിൽ ഒരു തോർത്ത് കെട്ടിയ നിലയിലുമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യയോ മറ്റു കാര്യങ്ങളോ ആണോ എന്നുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആളെ തിരിച്ചറിയാൻ കഴിയില്ല. മൃതദേഹം പൂർണ്ണമായി ജീർണിച്ച് അസ്ഥികൂടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ആ മൃതദേഹ അവശിഷ്ടങ്ങൾക്കൊപ്പം ഉണ്ട്. മുണ്ടും ഒപ്പം ഷർട്ടും ധരിച്ച രീതിയിലുള്ള, അതായത് പുരുഷൻ്റെതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ചേർത്തല കേന്ദ്രീകരിച്ച നിരവധി സ്ത്രീകളുടെ തിരോധാനം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതായുണ്ട്. സയന്റിഫിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത്ര മൃതദേഹത്തിന്റെ അല്ലെങ്കിൽ ആ അസ്ഥികൂടത്തിന്റെ പഴക്കമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനാകൂ. മൂടിയ നിലയിലൊന്നുമല്ലായിരുന്നു, മറിച്ച് ആ കാട്ടിൽ കിടക്കുന്ന നിലയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ശരീരത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായി ആ പരിസരത്ത് തന്നെ ഉണ്ട്. ദ്രവിച്ച താടിയലുകൾ അടക്കമുള്ള ഭാഗങ്ങൾ തലയോട്ടിയിൽ നിന്ന് വിട്ടുമാറിയ ഒരു സാഹചര്യത്തിലാണ്. ശരീരത്തിന്റെ കൈയും കാലിന്റെയും ഒക്കെ അസ്ഥിഭാഗങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ നെഞ്ചുംകൂട് അടക്കമുള്ള ഭാഗങ്ങളിൽ വസ്ത്രവും അവശേഷിക്കുന്നുണ്ട്. മുണ്ടും ഒരു വരവരയായിട്ടുള്ള ഒരു ലൈനായിട്ടുള്ള ഒരു ഷർട്ടും ധരിച്ച രീതിയിലൊക്കെയാണ് കാണുന്നത്. എന്തായാലും നിലവിൽ കാണുമ്പോൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇത് കാണുമ്പോൾ പുരുഷൻ്റെതാണെന്ന് തോന്നുന്നുണ്ട്. എങ്കിൽ പോലും അതിനകത്ത് കൃത്യമായ ഒരു പരിശോധന ആവശ്യമുണ്ട്. സയന്റിഫിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇതിന്റെ കാലപ്പഴക്കം, ഒപ്പം തന്നെ ആ മൃതദേഹം പുരുഷൻ്റെതാണോ അല്ലെങ്കിൽ സ്ത്രീയുടേതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. ചേർത്തല പോലീസാണ് കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നത്. അവിടെ ഒരു കാട് പിടിച്ച പ്രദേശമാണ്, മാലിന്യങ്ങളൊക്കെ തള്ളാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട്
ഒരുപക്ഷെ ഇങ്ങനെ ഒരു മൃതദേഹം അവിടെ കിടന്ന് തന്നെ ജീർണിച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ പരിസരത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ എന്തുകൊണ്ട് ആളുകൾ തിരിച്ചറിയാതെ പോയി എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. പക്ഷെ അപ്പോഴും അവിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥിരമായി മാലിന്യമൊക്കെ കിടക്കുന്ന ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുർഗന്ധമാണോ എന്നുള്ള രീതിയിൽ വിട്ടുപോയതായിരിക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. എന്തായാലും നിരവധി ദുരൂഹതകൾ നിറഞ്ഞ പ്രദേശമാണ് ചേർത്തല. അതുകൊണ്ട് തന്നെ ചേർത്തലയിൽ ഇങ്ങനെ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് നോക്കിക്കാണുന്നത്. അതിന്റെ തുടർ പരിശോധനകളിലേക്കും കടന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? പോറ്റി മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും വിശ്വാസവഞ്ചന കാട്ടിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുമ്പോൾ കട്ടവരെയെല്ലാം പൂട്ടാൻ SITക്ക് കഴിയുമോ? കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് അയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ മാസം 10 വരെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനിടെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിൽ വാസുവിൻ്റെ മൊഴി നിർണായകമാണ്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. ഇതിനു പിന്നാലെയാണ് കട്ലപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചതോടെ 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയും ചെയ്തു. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തിയതിനാൽ വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ആവശ്യമാണെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സന്നിധാനത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ച് അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇവിടെ നിന്ന് മോഷ്ടിച്ച സ്വർണവും സംഘം കണ്ടെടുത്തിരുന്നു. ഇത് തൊണ്ടി മുതലായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. SIT ഉദ്യോഗസ്ഥനായ SP ശശിധരൻ നേരിട്ടെത്തിയാണ് N. വാസുവിനെ ചോദ്യം ചെയ്തത്. വാസുവിനെതിരെ സുധീഷ് കുമാർ നൽകിയ മൊഴികൾ ഗൗരവമേറിയതാണെന്നാണ് വിവരം. 2019 മുതലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കേരളം കണ്ട ഏറ്റവും വലിയ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പ്. ഭാര്യയും ഭർത്താവും അടങ്ങിയ സംഘം മലയാളികളിൽ നിന്നും തട്ടിയെടുത്തത് 1000 കോടിയിലധികം രൂപ. ആ തട്ടിപ്പ് പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചിരുന്ന KD പ്രതാപനും ഭാര്യ ശ്രീലയും കുറച്ച് നാളുകളൊന്നുമല്ല ജയിലിലെ ചപ്പാത്തിയും കറിയും കഴിച്ച് ജീവിച്ചത്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ 16 മാസത്തോളം പ്രതാപൻ ജയിലിൽ കിടന്നു. ഒടുവിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മുഖ്യപ്രതി KD പ്രതാപന് കൊച്ചിയിലെ PLMA കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം പ്രതാപന് ജാമ്യം നൽകിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അറസ്റ്റിലായ പ്രതാപൻ അന്നു മുതൽ ജയിലിലാണ്. 16 മാസമായി താൻ ജയിലിലാണെന്ന് കാട്ടിയാണ് പ്രതാപൻ ജാമ്യത്തിനായി അപേക്ഷിച്ചത്. പ്രതാപനും ഭാര്യ ശ്രീനയും ഉൾപ്പെടെ 37 പേരാണ് കേസിലെ പ്രതികൾ. ശ്രീനയ്ക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു.
ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ പണം തട്ടിയെടുത്തതിലെ കള്ളപ്പണ ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേരിൽ 1157 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമ പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. മുൻപും ജാമ്യ ഹർജിയുമായി PMLA കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല. PMLA കോടതി ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. ഹൈറിച്ച് കേസിലെ പ്രതികളുടെ 277 കോടി രൂപയുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. ഹൈറിച്ചിനെതിരെ വ്യാപകമായി പരാതി ഉയർന്നതോടെ തുടക്കത്തിൽ സംസ്ഥാന പോലീസാണ് കേസെടുത്തത്. പിന്നാലെ EDയും കേസെടുത്തു. കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പുകളിലൊന്നായാണ് ED ഹൈറിച്ച് കേസിനെ വിശേഷിപ്പിക്കുന്നത്. നിക്ഷേപം എന്ന പേരിലാണ് ജനങ്ങളിൽ നിന്ന് പ്രതികൾ പണം പിരിച്ചത്. ഹൈറിച്ച് ഗ്രോസറി, ഫാം സിറ്റി, HR ക്രിപ്റ്റോ, HR OTT തുടങ്ങിയവയ്ക്കുള്ള നിക്ഷേപം എന്ന പേരിലാണ് പണം സമാഹരിച്ചത്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കോടികൾ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്കടക്കം കടത്തി. വിദേശത്ത് ക്രിപ്റ്റോ കറൻസിയിലും ഇവർ നിക്ഷേപം നടത്തി. കള്ളപ്പണ ഇടപാടുൾപ്പെടെ നടത്തി പ്രതികൾ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് ED കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടും. രാജ്യത്തെ പരമോന്നത കോടതിയാണ് ഓൺലൈൻ തട്ടിപ്പുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. സ്വമേധയെടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ ശക്തമായ താക്കീത്. 3000 കോടിയുടെ തട്ടിപ്പ് എന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നും കോടതി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ. ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ NS നപ്പിനയെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചു. നമ്മുടെ രാജ്യത്ത് നിന്ന് 3000 കോടി രൂപ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ നേടിയെന്നത് ഞെട്ടിക്കുന്നതാണ്. ഇതിനെതിരെ കർശന നടപടി വേണം. അറസ്റ്റ് തട്ടിപ്പിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം തട്ടിപ്പിൽ ഭൂരിഭാഗവും ഇരയാകുന്നത് വയോധികരാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിൽ പ്രത്യേക യൂണിറ്റ് നിലവിലുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം തേടുകയും ചെയ്തു. കേസ് നവംബർ 10 വീണ്ടും പരിഗണിക്കും. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ മലയാളികളിൽ നിന്നുൾപ്പെടെ കോടികൾ തട്ടിയെടുത്തതിൽ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റും നടപടികളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തട്ടിയെടുത്ത പണത്തിന്റെ 5% പോലും തിരിച്ചുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മലയാളി യുവാക്കളെയും തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം. ന്യൂസ് 18 ഡൽഹി. രാത്രി സമയങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഓട്ടോയിലും ടാക്സികളിലും തനിച്ച് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധയ്ക്ക്. ഓട്ടോ ഡ്രൈവർമാർക്കിടയിലും കള്ളന്മാരും കവർച്ചാ സംഘങ്ങളുമുണ്ട്. തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോഴാണ് വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമമുണ്ടായത്. മുണ്ടേല സ്വദേശിനിയായ സുലോചനയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുവിക്കര സ്വദേശികളായ നൌഷാദ്, ഓട്ടോ ഡ്രൈവർ അൽ-നസർ എന്നിവരാണ് പിടിയിലായത്. ഇവർ വേറെയും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. മുണ്ടേല സ്വദേശിയായ സുലോചന എന്ന 68-കാരിയുടെ മാലയാണ് ഇരുവരും ചേർന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചത്.
വീട്ടിൽ പോകാനായി കുളവിക്കോണത്ത് നിൽക്കുകയായിരുന്ന സുലോചനയ്ക്ക് സമീപം ഓട്ടോറിക്ഷയുമായി എത്തിയ ഇവർ മുണ്ടേലയിലേക്ക് ഓട്ടം പോകുന്നുവെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി. ഓട്ടോ കൊക്കോതമംഗലത്തെത്തിയപ്പോൾ നൌഷാദ് ഇറങ്ങണമെന്ന് പറഞ്ഞു. തുടർന്ന് ഓട്ടോ നിർത്തിയപ്പോഴാണ് സുലോചനയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. സുലോചനയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ നൌഷാദിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഈ സമയം ഓട്ടോ ഡ്രൈവർ അൽ അസർ രക്ഷപ്പെട്ടു. അൽ അസറിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവർ വേറെ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. നെയ്യാറ്റിൻകര. സഹകരണ ബാങ്കുകളിൽ ഭരിക്കുന്ന പാർട്ടികൾ ഇഷ്ടക്കാരെ ജോലിയിൽ നിയമിക്കുന്ന രീതിയുണ്ട്. ചിലരെ അകാരണമായി പിരിച്ചുവിടുകയും ചെയ്യും. കൊല്ലം തെക്കും ഭാഗത്ത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ മുൻ താൽക്കാലിക ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെ പിരിച്ചുവിടലും നിയമനങ്ങളും വിവാദമായിരിക്കുകയാണ്. ബാങ്കിൽ നിന്നും പുറത്താക്കിയതിൽ മനം നൊന്താണ് തെക്കും ഭാഗം സ്വദേശിനി സിന്ധു കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചായിരുന്നു സിന്ധു, ബിന്ദു എന്നിവരെ ജോലിയിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ ജോലിയിൽ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സിന്ധു ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. കോൺഗ്രസ് ഭരണസമിതി ഇഷ്ടക്കാരെ പണം വാങ്ങി ജോലിക്ക് കയറ്റുന്നു എന്നാണ് സിന്ധുവിന്റെയും സഹപ്രവർത്തകരുടെയും ആരോപണം. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. ഞങ്ങൾ എടുക്കാൻ പറ്റുന്നില്ലെന്ന് അവർ പറയുന്നത്. കാരണം ഞങ്ങൾ പണം പൊട്ടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തതെന്നാണ് പറയുന്നത്. നിങ്ങൾ എത്ര കാലം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നു? എന്നാൽ രജിസ്ട്രാറുടെ ഉത്തരവനുസരിച്ചാണ് താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കിയത് എന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. അതേസമയം സിന്ധുവിനെയും ബിന്ദുവിനെയും പുറത്താക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു താൽക്കാലിക ജീവനക്കാരനെ തിരിച്ചെടുത്തത് വിവാദമാവുകയും ചെയ്തു. സംഭവത്തിൽ CPM കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലെ പലയിടങ്ങളിലും വ്യാജമദ്യവും വാറ്റുമൊക്കെ വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് എക്സൈസ്. പാലക്കാട് പട്ടാമ്പിയിൽ എക്സൈസ് സംഘം വൻ വാറ്റ് കേന്ദ്രം കണ്ടെത്തി. മണ്ണിനടിയിൽ 4 ബാരലുകളായി സൂക്ഷിച്ചിരുന്ന 750 ലിറ്റർ വാഷും 1 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. പാലക്കാട് മുതുതല കോഴിക്കോട്ടിരിയിൽ വ്യാജവാറ്റ് നടക്കുന്നതറിഞ്ഞ് എത്തിയതായിരുന്നു എക്സൈസ് സംഘം. മണ്ണുമാറ്റി പരിശോധന തുടങ്ങിയപ്പോൾ എക്സൈസ് സംഘം ഞെട്ടി. ഒന്നിനു പിറകെ ഒന്നായി 4 ബാരലുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. 4ലും നിറയെ വാഷ്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട്ടിരി കണ്ണാടിച്ചുകുളത്തിന് സമീപം മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന വാഷ് കണ്ടെത്തിയത്. 4 ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന 750 ലിറ്റർ വാഷ് സംഘം നശിപ്പിച്ചു. ഇവിടെ നിന്ന് 1 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, പ്രസന്നൻ, കെ മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. പ്രതികളെ ആരെയും കണ്ടെത്താനായിട്ടില്ല. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കിണറ്റിൽ ചാടിയ യുവതി മരിച്ചു. കരിച്ചൽ കൊച്ചുപള്ളി സ്വദേശിനി 27-കാരി അർച്ചന ചന്ദ്രയാണ് മരിച്ചത്. രക്ഷിക്കാൻ പിന്നാലെ ചാടിയ സഹോദരൻ ഭുവനചന്ദ്രനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബവഴക്കാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണ് അർച്ചന. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മോതിരവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. തൃശൂർ വടക്കഞ്ചേരി സ്വദേശി അനുരാഗ്, കൊല്ലം കരിക്കോട് സ്വദേശി മുഹമ്മദ് സാജുദ്ദീൻ, ഗുരുവായൂർ സ്വദേശി പ്രവീൺ എന്നിവരാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. പള്ളിപ്പുറം സ്വദേശി അഖിലിനെ ഭീഷണിപ്പെടുത്തിയാണ് കൊള്ളയടിച്ചത്. ആലുവയിൽ 7 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മലക്കുൽ ഷെയ്ഖ്, ജലാങ്കി സ്വദേശി മുഗലേശ്വർ റഹ്മാൻ എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലുവ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പള്ളിപ്പുറം സ്വദേശി പരശുരാമന്റെ മരണത്തിലാണ് കൊപ്പം സ്വദേശിയായ അഭിനേഷ് പിടിയിലായത്. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇടിച്ച ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. കണ്ണൂരിൽ CPM പ്രവർത്തകയുടെ സ്കൂട്ടറുകൾ തീവച്ച് നശിപ്പിച്ചു. പള്ളിയാമൂല സ്വദേശിനി സൽനയുടെ 2 സ്കൂട്ടറുകളാണ് നശിപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പ്രതികാരമായാണ് അക്രമമെന്നാണ് സൽനയുടെ ആരോപണം. എക്സ്ക്യൂസ് മീ, അല്പം മാറി നിൽക്കാമോ? എനിക്ക് അതുവഴി കടന്നു പോകാനാണ്. ഈ ഒരു മര്യാദ എത്ര മലയാളികൾ പാലിക്കാറുണ്ട്? നിയമത്തെക്കുറിച്ചൊന്നുമല്ല കേട്ടോ പറയുന്നത്, മര്യാദയെക്കുറിച്ചാണ്. ട്രെയിനിലോ ബസ്സിലോ പൊതുസ്ഥലത്തോ ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവരെ ഇടിച്ചു തള്ളി കടന്നു പോകുന്നതാണ് മലയാളികളുടെ രീതി. നമ്മുടെ ഈ അസഹിഷ്ണുതയാണ് പല അക്രമ സംഭവങ്ങൾക്കും കാരണം. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വാതിലിൽ നിന്നും മാറി നിൽക്കാത്തതിൻ്റെ പ്രകോപനത്തിലാണ്. ശാസ്താംകോട്ടയിൽ ട്രെയിനിൽ വെച്ച് യുവാവിനെ സഹയാത്രികൻ മർദ്ദിച്ചതും വഴിതടസ്സം സൃഷ്ടിച്ചത് കൊണ്ടെന്നാണ് പരാതി. ഒരൽപ്പം മാറി നിൽക്കാൻ പറയുന്നതിന് പകരം ചവിട്ടി താഴെയിടുന്ന സംസ്കാരം ഈ നാടിന് നല്ലതല്ല കേട്ടോ. നമുക്കോ മര്യാദയില്ല. പുതിയ തലമുറയെയെങ്കിലും നല്ല സംസ്കാരത്തിൽ വളർത്താൻ ശ്രമിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.